നമസ്കാരം, മാൻമാറ്റാണ്. ആട്ടായ അഭിലാഷുണ്ട്. അഭിലാഷ, അപ്പൊ ഞങ്ങൾ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ പെരേരയുടെ വരുന്ന എൻക്വയറിയൊക്കെ എൻ്റെ പേജിലോട്ട് വരിക. വന്നു കഴിയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള പേടും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതാണ്. ഇപ്പം ഞങ്ങൾക്ക് GCC 2 ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സിംഗപ്പൂർക്ക് പോകാനുള്ളൊരു ചാൻസ് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എൻ്റെ എൻക്വയറിയിൽ വന്ന് സംസാരിച്ച് തീരുമാനം എടുക്കുക. പെരേര പറഞ്ഞ് മനസ്സിലാക്കി പോവാ. ഇപ്പൊ എന്താ പറയണ്ട, ഇപ്പൊ ഈ റമദാൻ മാസത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് എന്തായാലും നല്ലൊരു പ്രോഗ്രാം അല്ല വന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. കാരണം ഞങ്ങള് പച്ചയായ മനുഷ്യരാണെന്ന് എല്ലാവർക്കും അറിയാം. മനസ്സിലായില്ലേ? അപ്പൊ ഗൾഫ് പ്രോഗ്രാംസ് തുടർച്ചയായി കിട്ടിക്കൊണ്ടിരുന്ന വെച്ചാൽ നമുക്ക് പണ്ട് റിമി ടോമി, നവസിക്ക, സുബീഷ് സുരേഷ് അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ നമുക്ക് ഒന്ന് ഓർക്കുന്നു. ഒരുപാട് പരിപ്പും ജീവിച്ചിട്ടുണ്ട്. നമ്മൾ പറയാണ്, കാരണം അവരൊക്കെ ഗൾഫ് പ്രോഗ്രാം ചെയ്ത് നടക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല. കാരണം അവർ തുടർച്ചയായി പ്രോഗ്രാം ചെയ്ത് നമ്മൾ TV കാണുന്നു, സന്തോഷം. പാർട്ടിയാണെങ്കിലും അത് കാണുന്നുണ്ടാവും, കണ്ടിട്ടുണ്ടാവില്ലേ ഈ ഗൾഫ് പ്രോഗ്രാംസ് നടന്മാർ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ താങ്കൾക്കും ചെയ്യണമെന്ന് അല്ല, ആട്ടായത്തിന് ഒരുപാട് ആഗ്രഹമുണ്ട്. കാരണം അല്ല, ആട്ടായത്തിന് ആഗ്രഹമൊക്കെ ഉണ്ട്, വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ പുള്ളിക്ക് ഫാമിലിയെ പിരിഞ്ഞ് അല്ല ഫാമിലിയെ പിരിഞ്ഞ് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ആട്ടായം. നിങ്ങൾ ഉദ്ദേശിച്ച ആളെന്നല്ല ആട്ടായം. കാരണം നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അദ്ദേഹത്തിന് ഫാമിലിയെ പിരിഞ്ഞു നിൽക്കാൻ ഭയങ്കര വിഷമമുള്ള ഒരു മനുഷ്യനാണ്. കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. അപ്പൊ ഇനി വരുന്ന എൻക്വയറികളിൽ മാഹിൻ മോറ്റെ കോൺടാക്ട് ചെയ്യുക. കാരണം ബർത്ത്ഡേ വിഷസ് ആണെങ്കിലും കല്യാണമാണെങ്കിലും അതുപോലെ തന്നെ കോളേജ് പ്രൊമോഷൻ വീഡിയോ. കാരണം ഇപ്പൊ എനിക്ക് ഒരെണ്ണം വന്നിട്ടുണ്ട്. ഞാൻ നേരെ പെരേരനെ മുട്ടിച്ചു കൊടുക്കുവാണ്. കോട്ടയത്താണ് അത് എല്ലാം ഫ്ലക്സ് വരുന്ന ഒരു സംഭവമാണ്. പിന്നെ സ്വന്തം നാടായ മൂവാറ്റുപുഴയില് പെരേരയ്ക്ക് ഞങ്ങളൊരു ആദരവ് നൽകാൻ ഒരു തീരുമാനമുണ്ട്. അതല്ല, നമ്മളൊരു തീരുമാനം വെച്ചിട്ടുണ്ട്. ഉണ്ട്, നമുക്കും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങള് ഏപ്രിൽ മാസം കഴിയുമ്പോ എന്തായാലും ഞങ്ങള് ദുബായ് എന്ന് പറയുന്ന രാജ്യത്താണ് ലോട്ടറി ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു വർക്ക് അതിൽ നല്ലൊരു ആദരവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. സന്തോഷായില്ലേ? അപ്പൊ എന്തായാലും മായ്ക്ക നമ്മളോട് പറയുകയും ചെയ്തത് കൊടുക്കണം എന്നുള്ളത്. അല്ല, പല ആൾക്കാരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് പെരേരനെ നിങ്ങൾ ഒഴിവാക്കാത്തത്? പല ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, പെരേര ഞങ്ങളുടെ ജീവനാണ്. മനസ്സിലായോ? അല്ല, അങ്ങനെയല്ല, അഭിലാഷം ഉണ്ടല്ല. പെരേര ഞങ്ങളുടെ ജീവനാണ്. അപ്പൊ പെരേരനെ ആരും കുത്താനോ നോവിക്കാനോ നിൽക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, അതിന്റെ ഫേസ് ഉണ്ട്. എന്റെ ഫേസ് ഇല്ലാതിരിക്കില്ലല്ലോ എന്തായാലും. മനസ്സിലായോ?